Good morning dear students. Permutations and combinations എന്ന ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോമ്പിനേഷൻസിനെ കുറിച്ചായിരുന്നു. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെലക്ഷൻ ഓഫ് എ നമ്പർ ഓഫ് തിങ്സ് അല്ലേ. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. അതായത് n ഒബ്ജക്ട്സ് തന്നിട്ട് അതിൽ നിന്ന് r ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യുക എന്നതിന് ഉപയോഗിക്കുന്ന സിമ്പിൾ NCR ആയിരുന്നു. NCR കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയണം. NCR = n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, ഇവിടെ ആറിൻ്റെ വാല്യൂ എപ്പോഴും മാക്സിമം വാല്യൂ n ആയിരിക്കും അല്ലേ. ഈ ആറിൻ്റെ വാല്യൂ മാക്സിമം n ആയിരിക്കും, മിനിമം 0 ആയിരിക്കും. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇതിൽ NC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഒബ്ജക്ട്സ് എന്ന് n സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ ബൈ ഓൺലി വൺ ടൈം. ഓക്കെ, NC 0യുടെ ആൻസറും 1 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയെല്ലാം നമുക്ക് ഈ ഫോർമുലയിൽ കൂടെ ആൻസർ ലഭിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളോട് 5C2 ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 എന്ന് എഴുതാം. 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 ടേം താഴോട്ടും താഴെ നിന്ന് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മേലോട്ട് 2 ടേം എഴുതി കഴിഞ്ഞാൽ ആൻസർ റെഡി ആയിരിക്കും. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ ഇത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ആഫ്റ്റർ ക്യാൻസലേഷൻ ദീസ് വിൽ ബി ദി ടേം. കണ്ടോളൂ, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി മറക്കരുത്. 10C7 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് 10C3 ഇവാലുവേറ്റ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും ആൻസർ. ഓക്കെ, 10C6 പകരം നമുക്ക് എന്ത് ചെയ്യാം? 10C4 ചെയ്യാം. ഓക്കെ, 100C98 പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 100C2 ചെയ്താൽ മതി. ഈ ഒരു റിലേഷൻ മറക്കരുത്. വേറെയും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കണ്ടിന്യൂസ് നമ്പറാണ്, എല്ലാവരും എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 44. എ കമ്മിറ്റി ഓഫ് 3 persons ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 2 men ആൻഡ് 3 women. ഹൗ മെനി വേസ് ക്യാൻ ദിസ് ക്യാൻ ബി ഡൺ? ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ അവൈലബിൾ നോക്കൂ, 2 men, 2 men, 3 women. ഇതാണ് ആകെ അവൈലബിലിറ്റി. ഞാൻ ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുകയാണ്. 2 men ആൻഡ് 3 women ഇത്രയും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ M എന്ന് എഴുതുള്ളൂ, മെന്നിന് പകരം W ഫോർ വിമൻ. ഓക്കെ, കമ്മിറ്റി ഓഫ് 3 ആണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് 3 ആയതുകൊണ്ട് ഞാൻ ഇവിടെ 3 കമ്മിറ്റി ഓഫ് 3 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഇവിടെ റൗണ്ട് ചെയ്തേക്കാണ്. 3 ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ എന്ന് പറയുമ്പോൾ ഈ 5 പേരിൽ നിന്ന് നമുക്ക് 3 പേരെ സെലക്ട് ചെയ്യണം. ഒരു കണ്ടീഷൻസും ഇല്ല. അതിൽ എത്ര ജെൻസ് വേണമെന്നോ എത്ര ലേഡീസ് വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ 5 പേരുണ്ട്, 2 ജെൻസും 3 ലേഡീസും. അതിൽ നിന്ന് 3 പേരെ അത് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? ടോട്ടൽ സെലക്ഷൻ. അപ്പോൾ ഞാനിവിടെ ആൻസർ എഴുതുന്നു. ടോട്ടൽ കമ്മിറ്റി തന്നെ എഴുതാം കേട്ടോ. ടോട്ടൽ കമ്മിറ്റി ഓഫ് 3 ഈസ് ഈക്വൽ ടു, ആകെ 5 പേരല്ലേ ഉള്ളത്. 5ൽ നിന്ന് 3 എങ്ങനെ എഴുതും? 5C3. വളരെ സിമ്പിൾ അല്ലേ? 5 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന സിമ്പിളാണ് 5C3. ഓക്കെ, 5C3 എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. 5C3 എന്ന് പറഞ്ഞാൽ 5C2 തന്നെയാണ്. 5C2 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? യെസ്, 5 ഇൻറ്റു 4 2 ടേം താഴോട്ട് എഴുതുന്നു, താഴെ നിന്ന് മേലോട്ട് 2 ടേം എഴുതുന്നു. ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ 10 എന്ന് കിട്ടും. ഇതാണ് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഈ ക്വസ്റ്റിൻ്റെ ആൻസറാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിൻ്റെ പ്രത്യേകത, ഹൗ മെനി ഓഫ് ദീസ് കമ്മിറ്റീസ് വുഡ് കൺസിസ്റ്റ് ഓഫ് 1 man ആൻഡ് 2 women. അപ്പോൾ ആകെ 10 കമ്മിറ്റീസ് ഉണ്ടാവും. അതായത് 5 പേരിൽ നിന്ന് 3 പേരെ നമുക്ക് 10 രൂപത്തിൽ സെലക്ട് ചെയ്യാം. ഇതിൽ 2 ജെൻസ് 1 ലേഡി ഉണ്ടാവും, 3 ലേഡീസ് വരുന്ന കമ്മിറ്റി ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് കമ്മിറ്റി ഉണ്ടാവും. ആകെ 3 പേരെ കമ്മിറ്റിയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ അടുത്ത ചോദ്യം, ഹൗ മെനി ഓഫ് ദീസ് കമ്മിറ്റീസ് കൺസിസ്റ്റ് ഓഫ് 1 man ആൻഡ് 2 women. അപ്പോൾ 1 man ആൻഡ് 2 women എത്ര രൂപത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇതിങ്ങനെ എഴുതിയാൽ മതി. ടോട്ടൽ കമ്മിറ്റി വിത്ത് 1 man and 2 women
1 man and 2 men. അപ്പോൾ ഇത്രയും നോക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു മാൻ സെലക്ട് ചെയ്യണം. 1 man. ആകെ എത്ര ആളുകളുണ്ട് നോക്കുക. ജെൻസ് 2 പേരാണുള്ളത്. ഇപ്പോൾ 2 പേരിൽ നിന്ന് ഒരാൾ, 2 ജെൻസിൽ നിന്ന് ഒരു മെൻ. ഓക്കെ, 2 ആണുങ്ങളിൽ നിന്ന് ഒരാണിനെയും ആൻഡ് അറ്റ് ദി സെയിം ടൈം ആണ്. ഇത് കണ്ടോ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. എത്ര ലേഡീസ് ഉണ്ട് നോക്കൂ. ആകെ 3 ലേഡീസ് ഉണ്ട്. 3 ലേഡീസിൽ നിന്ന് നമ്മൾ എത്ര ലേഡീസിനെ സെലക്ട് ചെയ്യണം? 2 പേരെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ 3ൽ 2 ജെൻസിൽ നിന്ന് ഒരു ജെൻറ്റിനെയും 3 ലേഡീസിൽ നിന്ന് 2 ലേഡീസിനെയും. സോ ദ ആൻസർ ഈസ് 2C1 = 2. മറക്കരുത്. 3C2 എന്ന് പറഞ്ഞാൽ 3C1 തന്നെയാണ്. ഇപ്പോൾ 2 × 3 = 6 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 45. In how many ways can a team of 4 boys and 3 girls be selected from 5 boys and 4 girls? അപ്പോൾ ഞാൻ ആകെ അവൈലബിലിറ്റിയാണ് ഇവിടെ ആദ്യം നോട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ ആകെ എത്ര അവൈലബിൾ ആണ്? 5 ബോയ്സും 4 ഗേൾസും അവൈലബിൾ ആണ്. വേണ്ടതോ 4 ബോയ്സിനെയും 3 ഗേൾസിനെയുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5 ബോയ്സിൽ നിന്ന് 4 ബോയ്സിനെയും 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസിനെയും സെലക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ടോട്ടൽ സെലക്ഷൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാണ്. ടോട്ടൽ സെലക്ഷൻ ഈസ് ഈക്വൽ ടു, നോക്കൂ നിങ്ങൾ, 5 ബോയ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ 5 ബോയ്സിൽ നിന്ന് 4 ബോയ്സ്. ഓക്കെ, 5C4 ആൻഡ് അറ്റ് ദി സെയിം ടൈം ആണ്. കണ്ട, 4 ബോയ്സ് ആൻഡ് ഇനി 3 ഗേൾസ് വേണം. എത്ര ഗേൾസ് ഉണ്ട്? 4 ഗേൾസ്. 4 ഗേൾസ് നിന്ന് 3 ഗേൾസ്. സോ ദിസ് ഈസ് ദി ആൻസർ. 4 boys from 5 boys, 3 girls from 4 girls. So the answer is 5C4 എന്ന് പറഞ്ഞാൽ 5C1 ആണെന്ന് ഓർത്ത് വെക്കുക. 4C3 നമുക്ക് വേണമെങ്കിൽ 4C1 എന്ന് എഴുതാം. NCR = NCN - R. ഈ 5C1 ഏതിൻ്റെയും C1 വന്നാൽ ആൻസർ അതേ നമ്പർ തന്നെ ആയിരിക്കും. 5 × 4C1 എന്ന് പറഞ്ഞാൽ 4. സോ ദ ഫൈനൽ ആൻസർ ഈസ് 20 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46. എഴുതിക്കോളൂ. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 4 girls and 7 boys. 4 girls and 7 boys. അപ്പോൾ അവൈലബിലിറ്റി ഞാൻ ഇവിടെ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. 7 boys and 4 girls. In how many ways can a team of 5 members be selected if the team has no girls? അപ്പോൾ ആകെ സെലക്ട് ചെയ്യേണ്ടത് 5 പേരെയാണ്. 5 പേരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും 5 പേരെ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ആകെ 5 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ 11ൽ നിന്ന് 5 നമുക്കറിയാം 11C5 ആണ്. പക്ഷെ അതിവിടെ ചോദിച്ചിട്ടില്ല. ടോട്ടൽ സെലക്ഷൻ അല്ല ചോദിച്ചത്. ഇഫ് ദ ടീം ഹാസ് നോ ഗേൾ എന്നാണ്. 5 പേരെ ഉണ്ടാവുള്ളൂ ആകെ. അതിൽ നോ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ സെലക്ഷനിൽ ആകെ 5 പേരാണുള്ളത്. ഇപ്പം നോ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബോയ്സ് ആയിരിക്കണം. ഫുൾ ബോയ്സ് എന്ന് പറഞ്ഞാൽ 5 ബോയ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ സെലക്ഷൻ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ടോട്ടൽ സെലക്ഷൻ ഓഫ് 5 പേരാണുള്ളത്. 5 ബോയ്സ് ആണ് കേട്ടോ. 5 ബോയ്സ് എവിടുന്ന മനസ്സിലായത്? 5 ബോയ്സ് ആണ് എവിടുന്ന മനസ്സിലായത്? നോ ഗേൾ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 5 ബോയ്സ് ആയിരിക്കണം അല്ലേ. 5 ബോയ്സ്. ആകെ എത്ര ബോയ്സ് ഉണ്ട്? 7 ബോയ്സിൽ നിന്ന് 5 ബോയ്സ്. സോ ദിസ് ഈസ് ദി ആൻസർ 7C5. എങ്ങനെ ചെയ്യും? 7C5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7C2 തന്നെയാണ് അല്ലേ. NCR എന്ന് പറഞ്ഞാൽ NCN - R. 7C2 ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു. 7 × 6 താഴോട്ട് 2 ടേം എഴുതുക, താഴെ നിന്ന് മേലോട്ട് 2 ടേം എഴുതുക. ഓക്കെ, ഇത് നമ്മൾ 3യുമായി ക്യാൻസൽ ചെയ്താൽ 7 × 3 21 എന്ന ആൻസർ കിട്ടും. 21. ഓക്കെ, ഇപ്പോൾ 5 ബോയ്സ് എന്ന് കിട്ടിയത് മനസ്സിലായല്ലോ. 5 ബോയ്സ് എന്ന് പറയാനുള്ള കാരണം നോ ഗേൾ എന്ന് പറഞ്ഞാൽ 5 പേരും ബോയ്സ് ആയിരിക്കും. ക്ലിയർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. ഈ 5 അംഗ കമ്മിറ്റിയിൽ ഏറ്റവും ചുരുങ്ങിയത് 1 ബോയ് ഉണ്ടായിരിക്കണം, 1 ഗേൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതൊക്കെയായിരിക്കും കേസ് നോക്കാം നമുക്ക്. 1 ബോയ് അല്ലേ. 1 ബോയ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര ഗേൾസ് ഉണ്ടായിരിക്കണം? 4 ഗേൾസ് ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു കേസ്. 1 ബോയ് ആൻഡ് 4 ഗേൾ. അല്ലെങ്കിൽ പിന്നെ അടുത്ത കേസ് 2 ബോയ്സ് 2 ബോയ്സ് ആൻഡ് 3 ഗേൾസ്. അപ്പോഴും 5 ആയി. കണ്ട 5 എണ്ണം മതിയില്ലേ. പിന്നുള്ള കേസ് 3 ബോയ്സ് ആൻഡ് 2 ഗേൾസ്. അപ്പോഴും 5 ആയി അല്ലേ. ലാസ്റ്റ് 4 ബോയ്സ് ആൻഡ് 1 ഗേൾ. ഇത്രയും കേസസ് ഉണ്ടായിരിക്കും.
ഇനി 5 ബോയ് എടുക്കാൻ പാടില്ല. 5 ബോയ് എന്ന് എഴുതിയാലുള്ള പ്രശ്നം 0 ഗേൾസ് എന്നാണ്. 0 ഗേൾ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ എന്ന് പറഞ്ഞത് കൊണ്ട് 0 പാടില്ല. അപ്പോൾ ഈ ഒരു കേസ് ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, ഈ ഒരു കേസ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഓരോന്ന് എഴുതാം. 1 ബോയ് ഫ്രം 7 അല്ലേ, അപ്പോൾ ഇങ്ങനെ എഴുതണം 7C1. 7 ബോയ്സിൽ നിന്ന് 1 ബോയ് ഇൻറ്റു 4 ഗേൾസിൽ നിന്ന് 4 ഗേൾസ് 4C4. ഓക്കെ, ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 7C1 എന്ന് പറഞ്ഞാൽ 7 തന്നെയായിരിക്കും. 4C4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദ ആൻസർ ഈസ് ഇവിടെ 7 എന്നായിരിക്കും ആൻസർ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്താൽ ആൻസർ കിട്ടും. ഇത് സിമ്പിളായിട്ട് കിട്ടും. ഇനി 2 ബോയ്സ് അല്ലേ, 7 ബോയ്സിൽ നിന്ന് 2 ബോയ്സ് കണ്ടോ, അവിടെ 2 ബോയ് കണ്ടില്ലേ. ആൻഡ് എത്ര ഗേൾസാണ്? 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസ്. ടോട്ടൽ സെലക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ NCR എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ കിട്ടും ആൻസർ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്താൽ 84 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 7 ബോയ്സിൽ നിന്ന് 3 ബോയ്സ് കണ്ടോ, 3 ബോയ്സ്. ആൻഡ് ഈ ആൻഡ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണോ. 4 ഗേൾസിൽ നിന്ന് 2 ഗേൾസ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 210 എന്നായിരിക്കും. ചെക്ക് ചെയ്യണം, നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്യണം കേട്ടോ. 7 ബോയ്സിൽ നിന്ന് 4 ബോയ്സ് ആൻഡ് 4 ഗേൾസിൽ നിന്ന് 1 ഗേൾ. സോ ദ ആൻസർ ഈസ്, ഇത് ചെയ്താൽ 140 എന്നായിരിക്കും. ഇപ്പോൾ ടോട്ടൽ സെലക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലേ. 1 ബോയ് വരുന്നത് ആഡ് ചെയ്യണം, 2 ബോയ്സ്, 3 ബോയ്സ്, 4 ബോയ്സ്. എല്ലാത്തിലും അറ്റ്ലീസ്റ്റ് 1 ബോയ് 1 ഗേൾ ഉണ്ടായിരിക്കും. ചുരുങ്ങിയത് ഒരു ബോയും ഒരു ഗേൾ ഉണ്ടായിരിക്കും. ടോട്ടൽ കമ്മിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 441 ആയിരിക്കും. നിങ്ങൾ ഈ ആൻസർ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട്. അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് നോക്കാം. ഇത് എഴുതിയതിന് ശേഷം നമുക്ക് നോക്കാം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. 3 1 2 3. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്നാണ് അല്ലേ. അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ 3 ഓർ മോർ എന്നാണ് അല്ലേ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത്. അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ 3 3-ൽ കൂടുതലോ ഗേൾസ്. അപ്പോൾ ഏതൊക്കെ കേസ് ഉണ്ടാവും നോക്കൂ. 3 ഗേൾസ് അപ്പോൾ 1 ബോയ് ആയിരിക്കും. 1 അല്ല 2 അല്ലേ, ആകെ 5 അല്ലേ വേണ്ടത്. 2 ബോയ്, ഇതാണ് ഒരു കേസ്. അല്ലെങ്കിൽ 4 ഗേൾസ് ആൻഡ് 1 ബോയ്, ഇങ്ങനെ 2 കേസ്. 5 ഗേൾസ് ഇതിൻ്റെ പരിധിയിൽ വരും, പക്ഷേ ഇവിടെ 5 ഇല്ലല്ലോ. ആകെ എത്ര 4 തന്നെ അവൈലബിൾ ഉള്ളൂ മാക്സിമം. അപ്പോൾ ഇവിടെ മാക്സിമത്തിൽ എത്തിയോണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ 3 ഓർ മോർ എന്നാണ്. 3 4 5 6 എല്ലാം പറ്റും, പക്ഷേ ഇവിടെ മാക്സിമം 4 ആയതുകൊണ്ട് ഇവിടെ 4 സ്റ്റോപ്പ് ചെയ്തു. ഇനി 3G, ഇപ്പോൾ 4Gയിൽ നിന്നാണ് അല്ലേ. 4Gയിൽ നിന്നാണ് 3G ഇൻറ്റു ബോയ്സോ 7 ബോയ്സിൽ നിന്നാണ് 2 ബോയ്സ്. ഓക്കെ, ഇവിടെ അതേപോലെ 4 ഗേൾസിൽ നിന്ന് 4 ഗേൾസ്. 4 ഗേൾസ് ഇവിടെ അവൈലബിൾ ഉള്ളൂ കണ്ടോ. 7 ബോയ്സിൽ നിന്ന് 1 ബോയ്. ഇതാണ് സെലക്ഷൻ. ഇവിടെ 4 സെലക്ഷൻ, ഇവിടെ 1 സെലക്ഷൻ, ഇവിടെ 3, ഇവിടെ 2. ഇതിൻ്റെ ആൻസർ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. 7C2 × 4C3 ഇത് അവിടെ കാണുന്നുണ്ട്. 84 എന്ന് കണ്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 4C4 × 7C1 നേരത്തെ ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റിൻ്റെ ആൻസർ നേരത്തെ ചെയ്തതാണ്. സോ ദ ആൻസർ ഈസ്, ഫൈനൽ ആൻസർ ഈസ് 91 എന്നായിരിക്കും. 91 എന്നാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47. A bag contains 5 black and 6 red balls. 5 black and 6 red balls. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എഴുതിയേക്കാണ് 5 ബ്ലാക്ക് അല്ലേ, 6 റെഡ്. അത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചു. ഇത് മാക്സിമം അവൈലബിൾ ആണ്. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 2 black and 3 red can be selected. സെലക്ഷൻ ശ്രദ്ധിക്കണേ. സെലക്ഷനാണ് നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. 2 ബ്ലാക്ക്, 5 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്കും 6 റെഡിൽ നിന്ന് 3 റെഡും. അപ്പോൾ എങ്ങനെ എഴുതാം ടോട്ടൽ സെലക്ഷൻ? വളരെ സിമ്പിൾ അല്ലേ. യെസ്, ടോട്ടൽ സെലക്ഷൻ എഴുതിക്കോളൂ. നിങ്ങൾ ആൻസർ എഴുതിക്കോളൂ. ടോട്ടൽ സെലക്ഷൻ ഈസ് ഈക്വൽ ടു, ജസ്റ്റ് നോക്കിയാൽ മതി. ആകെ 5 ബ്ലാക്ക് ഉണ്ട്. 5 ബ്ലാക്കിൽ നിന്നും 2 ബ്ലാക്ക്. ഓക്കെ, ആൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും മാക്സിൽ ഇൻറ്റു ഉണ്ടാവുക കേട്ടോ. ഓർ പറയുമ്പോൾ പ്ലസ് ഉണ്ടാവാം. 5C2 ഇൻറ്റു, ഇനി 6 റെഡിൽ നിന്ന് 3 റെഡ്. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഈ 5ഉം 2ഉം എല്ലാം ഏകദേശം ഒരേ സൈസ് ആവണം. സി ക്യാപിറ്റൽ ലെറ്റർ ആവണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എഴുതുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 5C2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡിൽ ചെയ്ത് നോക്കാം അല്ലേ. 5C2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 ടേം താഴോട്ട് എഴുതി, താഴെ നിന്ന് മേലോട്ട് 2 ടേം എഴുതി 10 ആൻസർ കിട്ടും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 10 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം.
6C3 എങ്ങനെ ചെയ്യും? 6 × 5 × 4 അല്ലേ? 3 ടേം താഴോട്ട് എഴുതി, താഴെന്ന് മേലോട്ട് 2 ടേം. താഴെ എന്ന് പറയുമ്പോൾ 1 എന്നാണ് തുടങ്ങേണ്ടത്. ഇത് 6 ആണ്, ഇതും 6 ആണ്. അപ്പോൾ 20 എന്ന് ആൻസർ കിട്ടും. 20. വാട്ട് ഈസ് 10 × 20? യെസ്, 200 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. 200. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയത്. 48. In how many ways can one select a cricket team of 11 from 17 players in which 5 players can bowl, and if a cricket team must contains 11 players? 11 must include exactly 4 bowlers. ഇവിടെ നോക്കൂ, ആകെ 17 പേരാണുള്ളത് അല്ലേ? അതിൽ 12 പേര് ബൗളർമാരല്ല, ബാറ്റ്സ്മാൻമാരാണോ നമുക്കറിയില്ല. ഏതായാലും 5 പേര് ബൗളർമാരാണ്. 5 പേര് ബൗളർമാരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ആകെ 17 12 ബൗളർമാരല്ലാത്തവരും 5 ബൗളേഴ്സ്. ഒരു ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 11 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതവിടെ പറഞ്ഞിട്ടുണ്ട്, 11 ടീമാണ് ഒരു ഗ്രൗണ്ടിൽ ഉണ്ടാവുക എപ്പോഴും. ഒരു ടീം പോകുമ്പോൾ 17 പേരുണ്ടാവും. വിദേശത്തേക്കൊക്കെ ടൂർ പോകുമ്പം ഒരുപാട് എക്സ്ട്രാസ് ഉണ്ടാവും. അത് 11 പേരെ ഗ്രൗണ്ടിൽ ഇറങ്ങുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ 11 പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, 4 ബൗളർമാരുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 4 ബൗളേഴ്സിന് അടക്കമുള്ള ടീമിനെ സെലക്ട് ചെയ്യണം. 4 ബൗളേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത് 5 ബൗളേഴ്സിനാണ്. ബാക്കിയുള്ളവരെ നമുക്ക് ഈ 12 സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതാണ് ടോട്ടൽ സെലക്ഷൻ എഴുതാണ്. ടോട്ടൽ സെലക്ഷൻ വിത്ത് 4 ബൗളേഴ്സ്. ടോട്ടൽ സെലക്ഷൻ മാത്രം എഴുതിയാലും മതി കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് 4 ബൗളേഴ്സ് ആണല്ലോ. 4 ബൗളേഴ്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് 4 ബൗളേഴ്സിനെ ആദ്യം സെലക്ട് ചെയ്യണം. ആദ്യം സെലക്ട് ചെയ്യണമെന്നില്ല, എങ്ങനെയും ചെയ്യാം. അപ്പോൾ 5 ബൗളേഴ്സിന്, അപ്പോൾ ആദ്യം മനസ്സിലാൻ വേണ്ടി പറയുകയാണ്, 5 ബൗളേഴ്സിന്ന് 4 ബൗളേഴ്സ് ആൻഡ് ഓക്കെ. അതേസമയം നമ്മൾ ഇനി 7 പേരെ കൂടി സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോഴല്ലേ 7 4 11 വരികയുള്ളൂ അല്ലേ? 11 പേരെ മൊത്തം സെലക്ട് ചെയ്യണം. അപ്പോൾ 4 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ 7 പേരെ സെലക്ട് ചെയ്യേണ്ടത് എക്സാക്ട്ലി 4 ബൗളേഴ്സ് എന്നാണ് പറഞ്ഞത്. കൃത്യം 4 ആയതുകൊണ്ട് അവിടെ 4 സ്റ്റോപ്പ് ചെയ്തത്. ബാക്കി 7 പേരെ ഈ 12 നിന്ന് സെലക്ട് ചെയ്യണം. 12 പേരിൽ നിന്ന് 7 പേരെ സെലക്ട് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ദി ആൻസർ. 5C4 × 5 ബൗളേഴ്സിന് 4 ബൗളേഴ്സിന്, ബൗളേഴ്സ് അല്ലാത്ത 12 പേരിൽ നിന്നും 7 പേരെ സെലക്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. 5C4 എന്ന് പറഞ്ഞാൽ 5 എന്നായിരിക്കും. അതിൻ്റെ സ്റ്റെപ്പ് ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്റർ പ്രസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ എഴുതുന്ന ആൻസർ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. 3960. ഓക്കെ, ഇനി 5 ബൗളേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 5 ബൗളേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. 5 ബൗളേഴ്സ് ആണെങ്കിൽ 5C5 × ഇവിടെ ബാക്കി എത്ര പേരെ സെലക്ട് ചെയ്യണം? 7 പേരുണ്ടാവില്ല, 6 പേരെ ഉണ്ടാവുള്ളൂ അല്ലേ? 12 നിന്ന് 6 പേര്. കൃത്യമാണല്ലോ? അങ്ങനെ ഏത് സെലക്ഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ സ്റ്റുഡൻറ്റ് ചൂസ് എ പ്രോഗ്രാം ഓഫ് 5 courses? If 9 courses are available, 2 specific courses are compulsory. നോക്കൂ നിങ്ങൾ, ആകെ 9 courses ഉണ്ട്. ആകെ 9 സബ്ജക്ട്സ് അല്ലെങ്കിൽ കോഴ്സസ് ഉണ്ട്. ഒരു കുട്ടിക്ക് 5 കോഴ്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 5 സബ്ജക്റ്റ് ആണെങ്കിൽ 5 സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ 9 നിന്ന് 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9C5 ആണ് ആൻസർ. പക്ഷേ ഒരു കണ്ടീഷൻ, 2 സ്പെസിഫിക് കോഴ്സ് കമ്പൽസറി ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളിപ്പോൾ +2 പഠിക്കുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് നിങ്ങൾക്ക് കമ്പൽസറിയാണ്. നിങ്ങൾ ആകെ 6 സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഏത് സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഇംഗ്ലീഷ് കമ്പൽസറിയാണ്. ബാക്കി 5 സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ ഈ കുട്ടിക്ക് 2 സ്പെസിഫിക് കോഴ്സ് കമ്പൽസറി എന്ന് പറഞ്ഞത് കൊണ്ട് ഈ കുട്ടിക്ക് ഇനി 5-ൽ 3 സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആകെ 9 കോഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 2 മാറ്റി നിർത്തി. ഓക്കെ, 2 മാറ്റി നിർത്തിയാൽ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 7 കോഴ്സാണുള്ളത് അല്ലേ? ഈ 7 കോഴ്സിൽ നിന്ന് ഈ കുട്ടി എത്ര സെലക്ട് ചെയ്യണം? യെസ്, 2 പറ്റില്ല, 3 പറ്റുള്ളൂ. ആകെ 5 ഉണ്ടെങ്കിലും 2 നിർബന്ധമായതുകൊണ്ട് സെലക്ഷന് സ്കോപ്പില്ല. അപ്പോൾ 3 സെലക്ട് ചെയ്യാം. ഈ കുട്ടിക്ക് 3 കോഴ്സ് സെലക്ട് ചെയ്യാം. ആ 3 സെലക്ട് ചെയ്യുന്നത് ഒരിക്കലും 9 നിന്നല്ല, 7 നിന്നാണ്. കാരണം 9 നിന്ന് 2 മാറ്റി വെച്ചു. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് മാറ്റി വെച്ചാൽ ബാക്കി 8 ഉണ്ടാവുള്ളൂ. അതുപോലെ 2 മാറ്റി വെച്ചു, ബാക്കി 7. 7 നിന്ന് കുട്ടിക്ക് 3 സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ആൻസർ? വളരെ സിമ്പിൾ ആൻസർ, ടോട്ടൽ സെലക്ഷൻ എന്ന് എഴുതിയാൽ മതി. ടോട്ടൽ സെലക്ഷൻ. ക്വസ്റ്റ്യൻ എത്ര ഉണ്ട് നോക്കൂ, പക്ഷേ ആൻസർ ആകെ എത്രയേ ഉള്ളൂ? 7 കോഴ്സിൽ നിന്നും 3 കോഴ്സ് കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. 7C3 എങ്ങനെ ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ? 7 × 6 × 5 3 ടേംസ് താഴോട്ട് എഴുതി, 1 × 2 × 3 എന്ന് എഴുതി. ഡിനോമിനേറ്ററിൽ 6 ആണ്, ഈ 6ഉമായിട്ട് ക്യാൻസൽ ചെയ്തു. സോ ദ ആൻസർ ഈസ്
35 ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, 7 കോഴ്സ് നിന്ന് 3 കോഴ്സ്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ നിങ്ങൾ കാണില്ല, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. 9 കോഴ്സസ് ഉണ്ട്, പക്ഷേ 2 എണ്ണം കമ്പൽസറി ആണ്. കമ്പൽസറി മീൻസ് അവിടെ സെലക്ഷന് സ്കോപ്പില്ല. അപ്പോൾ 2 എണ്ണം മാറ്റി വെച്ച്, 9-ൽ നിന്ന് 2 എണ്ണം മാറ്റി വെച്ച്, ബാക്കി 7. 2 എണ്ണം നിർബന്ധമായതുകൊണ്ട് കുട്ടിക്ക് 5 എണ്ണം പറ്റില്ല, 3 എണ്ണേ പറ്റുള്ളൂ. അപ്പോൾ 7C3. സോ ദ ആൻസർ ഈസ് 7C3. ഓക്കെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 2 ചോദ്യങ്ങൾ നിങ്ങൾ ഹോംവർക്കായി ചെയ്യണം. ഒന്ന്, ഇവാലുവേറ്റ് ദീസ് 10C3, 5C5, 4C0, 4C1, 4C2, 21C2. വെരി ഈസിയാണ്. ഇത് നിങ്ങൾ മാനുവലായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ തന്നെ ചെയ്യാം. 10C3 ചെയ്യാനുള്ള മാർഗ്ഗം ഞാൻ ഇവിടെ പറയാം. 10C3 നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. 10 × 9 × 8 ഡിവൈഡഡ് ബൈ 1 × 2 × 3. ഈ ഒരു മോഡൽ നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം ആൻസർ. അതുപോലെ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. വെരി ഈസിയാണ്. ഇവിടെ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 3 ബോയ്സ് 2 ഗേൾസ് ബി സെലക്റ്റഡ് ഫ്രം 6 ബോയ്സ് ആൻഡ് 7 ഗേൾസ്. 6 ബോയ്സിൽ നിന്ന് 3 ബോയ്സ്, അതാണ് ഈ സാധനം. 6 ബോയ്സിൽ നിന്ന് 3 ബോയ്സ് ആൻഡ് അറ്റ് ദി സെയിം ടൈം എന്ന് പറഞ്ഞാൽ 2 ഗേൾസ് അല്ലേ. 7 ഗേൾസിൽ നിന്ന് 2 ഗേൾസ്. ഇങ്ങനെ ചെയ്ത ആൻസർ കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എല്ലാവരും നിർബന്ധമായിട്ടും ഈ വർക്കുകളൊക്കെ ചെയ്യണം, എഴുതി പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ വെരി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കവർ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ.